ആരോരും ഇല്ലാന്നൊരു തോന്നൽ മക്കൾക്ക് ഉണ്ടാവരുതല്ലോ എന്ന് കരുതി. അതുകൊണ്ട് നേരവും കാലവും ഒന്നും നോക്കിയില്ല. അല്ല, അതവള് അവള് പറഞ്ഞത് ശരിയല്ലേ? എന്നാ പിന്നെ ഞാനങ്ങോട്ട്. അച്ഛനൊരു വീഴ്ച വന്നപ്പോ ബന്ധുക്കളൊക്കെ അകന്നു, ചിലരൊക്കെ ശത്രുക്കളായി. കെട്ടുകഥകളും കുത്തുവാക്കുകളും. ഞങ്ങള് 2 പെൺകുട്ടികൾ മാത്രമല്ലേ ഇവിടെ. അതുകൊണ്ട് തന്നെയാ ഇടയ്ക്കൊന്ന് വന്ന് അന്വേഷിച്ചിട്ട് പോവാന്ന് കരുതിയത്. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ വിട്ടു. വേറൊരു കാര്യം, എനിക്ക് തരാനുള്ള കാശിന്റെ കാര്യം. അതന്വേഷിച്ച് എനിക്കിവിടെ വരാമല്ലോ. ഈ വരവ് അതിലേക്കാണെന്ന് കൂട്ടിക്കോ. എന്റെ കാശപ്പ തരും. അതും ഇതൊന്നും അല്ല മോളെ. ആനപ്പുറത്ത് ആകുകയും വേണം, അങ്ങാടി കൂടെ പോവുകയും വേണം, ആരും അറിയാനും പാടില്ല. ഇതെല്ലാം കൂടെ നടക്കില്ലട്ടോ. നിന്റെ അനിയത്തിക്ക് ഇതിനിടയ്ക്ക് ഒരു കൊമ്പ് മുളച്ചോ? കൊമ്പ് മുളച്ചു എന്ന് ഞാൻ അറിഞ്ഞു. എന്നെ ചതിച്ച് മറുകണ്ഠം ചാടിയ ചള്ള് ചെക്കൻ വിനയൻ, ആ കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടിചോറ് മാന്തിക്കുന്നത് ഞാൻ ഫ്യൂസൂരി വിട്ട പുരുഷോത്തമൻ. ഞാനിപ്പോ തൽക്കാലത്തേക്ക് ഇവിടെ ഇറങ്ങും. നാളെ നീ നിന്റെ പരല് പോലെ തനിയത്തിയും പെട്ടിയും കിടക്കെടുത്ത് എന്നേക്കുമായിട്ട് ഇവിടെ ഇറങ്ങും.